മോർണിംഗ്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ അടുത്ത് നമ്മൾ നോക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 10 അപ്പോൾ ക്ലാസ് 9 നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 കൊണ്ടുള്ള ഗണം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെന്താണ് നമ്മൾ നോക്കാം. ഇരുന്നൂറ്റി 48 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 10 കൊണ്ട് ഹരിക്കണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാകുന്ന ഈ സംഭവം ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ദശാംശ സംഖ്യകളുടെ ഒരു ഭാഗം കൂടെ വരും. അപ്പോൾ അത് നമുക്ക് ദശാംശ സംഖ്യകളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറയാം. പക്ഷേ എങ്കിലും ഇവിടെ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ അങ്ങ് പറയാവുന്ന കാര്യമുള്ളൂ. ഒരു സംഖ്യ നമുക്ക് 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 10 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് 10 കൊണ്ട് ഹരിക്കുന്നതിന് 10-നകത്ത് എത്ര 0 ഉണ്ട് എന്ന് നോക്കാം. 10-ൽ ഒരു 0. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ 248 നമ്മൾ എഴുതിയിട്ട് ആ ഒരു 0 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്നല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, അതായത് 8-ന്റെ സ്ഥാനത്ത് നിന്ന് ഇടത്തോട്ട് മാറിയിട്ട് ഒരു കുത്ത് കൊടുത്താണ്. അപ്പോൾ 24.8 കിട്ടും. 24.8 അല്ലെങ്കിൽ 24.8 എന്ന് പറയും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ല, മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു സംഭവം. അതെന്താണെന്ന് ഞാൻ പറയാം. 12 × 10. 12 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-നെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പം ഇവിടെ 12-നെ 10 കൊണ്ട് ഗുണിക്കാൻ 10 എന്ന് പറയുന്ന സംഖ്യയ്ക്കകത്ത് എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പോൾ ഒരു 0 വന്നുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ 12 അതേണക്ക് എഴുതിയിട്ട് നമുക്കിവിടെ ഒരു 0 കൊടുക്കാം. 120 ആയി. അതിൽ വേറെ സംഖ്യ നോക്കാം. 24 × 10. നമ്മളിവിടെ ചെയ്തതുപോലെ 74 × 10 ആണ്. അപ്പോൾ 74-നെ 10 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുന്നതിന് ഇതിനകത്ത് ഒരു 0 അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 74 എഴുതിയിട്ട് അവിടെ ഒരു 0 അപ്ലൈ ചെയ്യാം. ഇതാ ഇത് ഹരണത്തിൻ്റെ ഭാഗത്ത് വരുമ്പോഴാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ 10-ൻ്റെ ഉണ്ടല്ലോ. അപ്പം ഇവിടെ നമുക്ക് 100-നെ നോക്കാം. 480 × 100. അപ്പോൾ ഇവിടെ 480-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 100-നകത്ത് എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പോൾ ആ 2 0 ഉള്ളതുകൊണ്ട് 480 നമ്മളങ്ങ് എഴുതുക. 2 0 അങ്ങ് അപ്ലൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് 10, 100, 1000, 10000 ഇങ്ങനെ വരുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എത്ര 0 ഉണ്ടോ അത്രയും 0 ആ സംഖ്യയുടെ വലതുഭാഗത്തേക്ക് കൊടുക്കും. ആ മൾട്ടിപ്ലിക്കേഷൻ അത് കറക്റ്റ് ആവും. അതുപോലെ തന്നെ ഇവിടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതോട്ട് കണക്ട് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ ഞാൻ ഒന്നുകൂടെ പറയാം. 248 എന്ന് പറയുന്ന സംഖ്യയെ 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 10 കൊണ്ട് ഹരിക്കണമെങ്കിൽ നമ്മൾ ഗുണിച്ചപ്പോൾ ഇവിടെ 248 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2, 4, 8, ഒരു 0. അപ്പോൾ എന്ന് പറഞ്ഞാൽ 248. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സംഖ്യ ഇവിടെ കിടക്കട്ടെ. 248 0 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു. അപ്പം 248-നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 2480 കിട്ടി. ആ 2480-നെ ഞാൻ എടുത്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 248-നെയാണ് 10 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ നമുക്ക് 2480 കിട്ടി. ആ നമ്പർ എടുത്ത് ഞാൻ എഴുതിയിട്ട് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ? ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ 2, 4, 8, 0 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പോൾ ഒരു സ്ഥാനം, ആ ഒരു സ്ഥാനം അവിടെ നിന്നോട് മാറ്റണം. 0-0-ന്റെ സ്ഥാനത്ത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു പോയിന്റ് കൊടുക്കുക.
അപ്പോൾ ആൻസർ എത്രയാണ്? 248 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 248നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യണം. അപ്പം ഇത് ഈ ഒരു മെത്തേഡ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ 248നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഗുണിക്കുമ്പോൾ ഒരു 0 വലത്തോട്ട് ഇട്ട് കൊടുക്കുന്നു, ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റിയിട്ട് കുത്തു കൊടുക്കുന്നു. അപ്പോൾ 248/10 എന്ന് നമ്മൾ എഴുതിയാൽ 24 8. എന്നിട്ട് എഴുതിയിട്ട് നമ്മൾ ആ 8ന്റെ സ്ഥാനങ്ങൾ മാറ്റിയിട്ട് ഒരു കുത്തു കൊടുക്കും. 24.8. വേറൊന്നും നോക്കാം. 645/10 is equal to 640നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10-നകത്ത് ഒരു 0 ഉള്ളത് കൊണ്ട് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തു കൊടുക്കുക. അപ്പോൾ 640 നമ്മൾ എഴുതിയിട്ട് ഒരു സ്ഥാനം മാറ്റുമ്പോൾ ഇവിടെ നിന്നോട് ഒരു സ്ഥാനം മാറ്റി ഇവിടെ കൊടുക്കുക. 64.5. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത വേറെ സംഖ്യയ്ക്കകത്ത് ചെയ്യാം. 645നെ നമ്മൾ 100 കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 284 × 100. അപ്പൊ ഇവിടെ നമുക്ക് 784 100 ചെയ്യുമ്പോൾ 7 8 4 എത്ര 0 കൊടുക്കും? 2 0. ഇതാണ് ആൻസർ. അപ്പൊ ഇനി തന്നെ ഹരിച്ചു നോക്കാം. നമുക്കിവിടെ 7 8 4 ഡിവൈഡഡ് ബൈ 100 എത്ര 0 ഉണ്ട്? 2 0. ഇപ്പൊ 2 0 ഉണ്ടെങ്കിൽ ഇവിടുത്തെ 2 സ്ഥാനം മാറും. അതായത് 784 എന്ന് പറയുന്നിടത്തുനിന്ന് 2 സ്ഥാനത്തേക്ക് ഇവിടുന്ന് 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കൊടുക്കും. 1 2 7.84. ഇതുപോലെ എല്ലാ കണക്കുകളും നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് 10ആയി 100ആയി പിന്നെ 1000ആയി 10000 അങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം 10ൻ്റെത് 10 കൊണ്ട് ഗുണിക്കുന്നതും 10 കൊണ്ട് ഹരിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.